മകൻ്റെ സഞ്ചയന ദിവസം അച്ഛനും മരിച്ചു. വെള്ളക്കെട്ട് നിറഞ്ഞ 3 സെന്റ് വീടിന് മുന്നിൽ 2 ചിത. ആസ്മ രോഗിയായ യുവതിയും പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളും ദുരിതക്കയത്തിൽ. ചേർത്തലയിൽ നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. എൻ്റെ മക്കളെ പഠിപ്പിക്കാനായാലും ഇപ്പം എനിക്ക് നിവർത്തിയില്ല, ജോലിയില്ല, ഒന്നും തന്നെ എനിക്കിപ്പോൾ ഇല്ല. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് പോയതോടെ ആപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക്. ചേർത്തല നഗരസഭ 24-ാം വാർഡ് ഷൺമുഖ ക്ഷേത്രത്തിന് സമീപം ഇല്ലത്തുചിറ വീട്ടിൽ അശ്വതിയും മക്കളായ വൈഗയും വികയും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം. 32 വയസ്സുള്ള അശ്വതിയുടെ ഭർത്താവ് 36 വയസ്സുള്ള ശ്യാം ജൂലൈ 6-നാണ് മരണപ്പെട്ടത്. തുടർന്ന് മകൻ്റെ മരണത്തോടെ അസുഖബാധിതനായ ശ്യാമിൻ്റെ പിതാവ് 58 വയസ്സുള്ള ഷാജി മകൻ്റെ സഞ്ചയന ദിവസമായ ജൂലൈ 13-ന് ഹൃദയാഘാതം മൂലം മരിച്ചു. വെള്ളക്കെട്ടിലകപ്പെട്ട 3 സെന്റ് വീട്ടുമുറ്റത്ത് ഒരാഴ്ചക്കിടെ 2 ചിതകൾ എരിഞ്ഞടങ്ങി. കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തത് നാട്ടുകാരും എല്ലാവരും കൂടിയാണ് ചെയ്തത്. അവരില്ല പോണത്. ഇപ്പോൾ ബോഡി വാങ്ങിച്ചെങ്കിലും പിരിവിട്ടും അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എല്ലാവരുടെ സഹായത്തോടെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ വരുമാനം ഞങ്ങൾക്കൊന്നുമില്ല. എന്തെങ്കിലും ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അത്ര സന്തോഷം. അച്ഛനും ആ കൂട്ടത്തിൽ ഇത് അറിഞ്ഞ അച്ഛനും അറ്റാക്കായിരുന്നു. അച്ഛനും പെട്ടെന്ന് തന്നെ പോയി. മകൻ്റെ ഒരു കാര്യം അറിയുമ്പോൾ ആർക്കായാലും ഉണ്ടാവില്ല വിഷമം. പെട്ടെന്ന് അച്ഛനും പോയി. അപ്പം ഞങ്ങൾക്കാരും ഇല്ലെന്ന് പറയാം, അതാണ് സത്യം. ഇതോടെ 3 ജീവിതങ്ങൾ പ്രതിസന്ധിയുടെ ദുരിതക്കയത്തിലായി. വെള്ളത്താൽ ചുറ്റപ്പെട്ട 3 സെന്റ് സ്ഥലത്ത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ശുചിമുറി പോലുമില്ലാത്ത കുഞ്ഞു വീട്ടിൽ ആസ്മ രോഗിയായ അശ്വതിയും പറക്കമുറ്റാത്ത 2 മക്കളും. അയൽ വീടുകളിലെ ശുചിമുറിയാണ് ഇവർക്ക് ആശ്രയം. ഈ വെള്ളക്കുഴിയിൽ ഈ പിള്ളേരെ കൊണ്ട് രാത്രിയായി എനിക്ക് പേടി ഒറ്റക്ക്. വീട് അത്യാവശ്യമാണ്, പിള്ളേരെ പഠിപ്പിക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ഇതൊക്കെ എനിക്കും ഉണ്ട്. കുറേ നാൾ ഞാൻ മരുന്ന് കഴിച്ച് ഷുഗറും ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളം ഇപ്പോൾ അതൊക്കെ ഞാൻ നിർത്തി. ബാത്റൂമൊന്നും ഞങ്ങൾക്കില്ല. പോകണമെങ്കിൽ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രാത്രി ആയാലും ഒന്ന് പോകണമെങ്കിൽ പിള്ളേർക്ക് പോകണമെങ്കിലൊക്കെ ഒരു രക്ഷയില്ല പോകാൻ. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-ാം ക്ലാസ്സുകാരി വൈഗയും 5-ാം ക്ലാസ്സുകാരി വികയും വീട്ടിലെ അവസ്ഥ സഹപാഠികളെപ്പോലും അറിയിച്ചില്ല. വർഷങ്ങളായി ആസ്മയും മറ്റ് അസുഖങ്ങളും അശ്വതിയെ കീഴടക്കിയതോടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയും. ഭർത്താവിൻ്റെയും ഭർത്തൃപിതാവിൻ്റെയും മരണത്തോടെ ഇവർ അക്ഷരാർത്ഥത്തിൽ അനാഥരായി. അയൽക്കാരുടെ സഹായത്തോടെയാണ് ഭക്ഷണം പോലും ലഭിക്കുന്നത്. മഴക്കാലമായതോടെ ചോർന്നൊലിക്കുന്ന വീടും പരിസരവും വെള്ളക്കെട്ടിലായി. ഒരാഴ്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ 2 പിള്ളേരും ആസ്മ രോഗിയായ തള്ളയും അവതാളത്തിലായി. അവർ വെള്ളക്കെട്ടിലേക്ക് വന്ന് അച്ഛൻ്റെ കൂട്ടത്തിൽ താമസിക്കാനുള്ള അന്വേഷണമാണ് വന്നത്. അച്ഛന് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം അറ്റാക്ക് ഉണ്ടാവുകയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. ഇവിടെ വെള്ളക്കെട്ടാണ്. മന്ത്രി ഇന്നലെ വന്നപ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ കൂടി നീന്തിയാണ് ഇറയത്ത് പോയിരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം ഈ കുട്ടികൾക്ക് കിട്ടിയേ പറ്റൂ. തള്ളയ്ക്കാണെങ്കിൽ പണിക്ക് പോകാൻ വയ്യ, ആസ്മയുടെ അസുഖങ്ങളാണ്, 2 കുട്ടികളുണ്ട്. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ വീട് ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ. ഇഴജന്തുക്കളുടെ ശല്യം മറ്റൊരു ദുരിതം. ആരെയും വേദനിപ്പിക്കുന്ന ദുരിതക്കാഴ്ച. സമൂഹം കണ്ണു തുറന്നാൽ 3 ജീവിതങ്ങളെ കരകയറ്റാനാവും. വിൻമീഡിയ, ചേർത്തല.